ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അജിതിനി ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ രേണുവിൻ്റെ അച്ഛൻ ഇവരുടെ കാര്യങ്ങളാണ് ഫുള്ള വീഡിയോ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളായിരുന്നു സുധി. അത് ഫ്ലവേഴ്സ് ചാനലിൽ ആ പ്രോഗ്രാം കാണുമ്പോഴാണ് അദ്ദേഹം ഒരു പാവപ്പെട്ട, ഒരു ജാടയില്ലാത്ത ഒരു പച്ചയായ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഇവിടുന്ന് പോകേണ്ടി വന്നു. അദ്ദേഹത്തിനെ അറിയാവുന്ന എല്ലാവരും കൂടി അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരും കൈത്താങ്ങായി നിന്നുകൊണ്ട് ഒരു വീടുണ്ടാക്കി കൊടുത്ത രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട്. ഇപ്പം വീടിനെ ചുറ്റിപ്പറ്റിയാണ് യൂട്യൂബ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ എന്തൊക്കെയത് ആ രേണു അവരുടെ അച്ഛനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു വീട് ഇല്ലാഞ്ഞ് എത്രയോ സങ്കടപ്പെടുന്നു. ഒരു അത്രയും വലിയ വീടല്ല, ഒരു ചെറിയ വീടെങ്കിലും വേണമെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും ഇരിക്കുന്നില്ലേ. അത് നല്ലൊരു വീടാണ് അന്ന് വെച്ച് കൊടുത്തത്. അതുമല്ല, ആ ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ കുടുംബോഹരിയിൽ നിന്ന് 7 സെൻറ്റ് വസ്തു കൊടുത്ത് അതിനകത്ത് ഫിറോസ് എന്ന് പറയുന്ന അദ്ദേഹം കൂട്ടായ്മകളെല്ലാം കൂടെ രൂപീകരിച്ച് എല്ലാവരുടെയും കയ്യിൽ നിന്നും കൂടെ കിട്ടുന്ന കാശെടുത്ത് നല്ലൊരു വീട്, അതിൽ വേണ്ടുന്ന ഫർണിച്ചർ സഹിതം നല്ലൊരു വീട് വെച്ച് കൊടുത്തപ്പോൾ ഇപ്പം ആ വീടിനെ ചൊല്ലി വഴക്കാണ്. കാരണം രേണുവിന് ഇപ്പോൾ ഒരുപാട് ഓഫറുകളുണ്ട്. ആൽബത്തിൽ അഭിനയിക്കാൻ, പടത്തിൽ അഭിനയിക്കാൻ, പിന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് രേണു ഉണ്ട്. അതുകൊണ്ട് ബുദ്ധിമുട്ട് അറിയുന്നില്ലായിരിക്കും. ഡെയിലി ദിവസക്കൂലി കിട്ടുന്നത് കൊണ്ട് അഭിനയിക്കാനൊക്കെ പോകുമ്പം എത്ര രൂപ കിട്ടുന്നത് നമുക്കറിയത്തില്ല. ഞാനും ഒരുപാട് നാൾ അമ്മ വേഷം എപ്പോഴെങ്കിലും ഒരു റോള് ചെയ്യണമെന്ന് ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു സമയമാണ്. നമുക്ക് അങ്ങനെ വിധി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് പോകാൻ പറ്റത്തുള്ളൂ. അത് ഇപ്പം രേണു ഇപ്പം സോഷ്യൽ മീഡിയയിൽ വേറെ ഏത് ആൾക്കാരെയും വിട്ടിട്ട് അതിനെക്കാട്ടി ക്ഷേമമായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്. അതുമാത്രമല്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട് രേണു. പക്ഷേ അത് അവരവരുടെ കഴിവ് അനുസരിച്ച് അവർ ചെയ്യുന്നു, അതിനൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേങ്കിൽ സുധിയോടുള്ള സ്നേഹം കൊണ്ട് എല്ലാവരും കൂടെ വെച്ച് കൊടുത്ത വീട് ഇന്ന് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക. അവരുടെ വീട് അവർക്ക് വേണ്ട, എന്തൊക്കെ പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ആ വീടുണ്ടാക്കി കൊടുത്തവരുടെ അവരെത്രയോ പേർക്ക് ഇങ്ങനെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ആരും ഒരു പരാതി പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ രേണുവിന് മാത്രം വെച്ച് കൊടുത്തപ്പോൾ ആ വീട് ശരിയല്ലെന്നാണ് പറയുന്നത്. പിന്നെ സുധി മരിച്ചതിന് ശേഷവും സുധിക്ക് അക്കൗണ്ടിലോട്ട് കാശ് വന്നുകൊണ്ടിരിക്കുകയാണ് സുധിയുടെ പേരും പറഞ്ഞ്. അതും ഇന്നലെ ഒരാൾ കാണിക്കുന്നത് കണ്ടു. അപ്പോൾ ബുദ്ധിമുട്ട് കൊണ്ടാണ് പോകുന്നതെന്ന് പറയുന്നത് അതിനോട് അംഗീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ അവരവരുടെ കഴിവ് പ്രകടിപ്പിക്കുന്നതിന് ഒന്നും നമ്മൾ പറയാനും പറ്റത്തില്ല. പക്ഷേ നമ്മൾ 1 രൂപയെങ്കിലും നമ്മളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇതുപോലെ തരം താഴ്ത്തി കളയരുത്. അടച്ചുറപ്പുള്ളൊരു വീട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ വീട് അവരുടെ അച്ഛനാണെങ്കിൽ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു, നഖം കൊണ്ട് അത് കുത്തി കുത്തി പൊളിക്കുന്നു. എത്ര കട്ടിയായിട്ടാണ് അത് ഇരിക്കുന്നതുണ്ട്. അത് കുത്തി കുത്തി പൊളിച്ചെടുക്കുക. കാരണം ആ വീട് നല്ല വീടായിരിക്കും. ആരെങ്കിലും ക്യാമറാമാന്മാരോ ആരെങ്കിലും വീഡിയോക്കാരോ മാധ്യമക്കാരൊക്കെ ചെന്ന് കാണുമ്പോൾ എന്തെങ്കിലും കാണിക്കണ്ടേ. പൊട്ടിപ്പൊളിഞ്ഞതിനൊരു എവിടെയെങ്കിലും ഒരു
ഇത് പൊട്ടിപ്പൊളിഞ്ഞതായിട്ട് കാണിച്ചെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അവരുടെ അച്ഛൻ ഇരുന്ന് അത് പൊളിച്ചുകൊണ്ടിരിക്കുക, നഖം കൊണ്ട് ചൂണ്ടി 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 ആ വീടിൻ്റെ സൈഡ് തോറും പൊളിച്ചുകൊണ്ടിരിക്കുക. എന്താ ഇതിനൊക്കെ നമ്മൾ മറുപടി പറയേണ്ടുന്നത്? ആ ബിഷപ്പ് സാറിനൊക്കെ ആണെങ്കിൽ ഇപ്പം എന്തോ ഒരു വിഷമം. അദ്ദേഹം അന്ന് വയലൻ്റ് ആവുന്ന ഞാൻ കണ്ടു. കണ്ണത്തായ ഒരു സ്ഥലത്ത് 27 ലക്ഷം രൂപയും കണ്ട് വില വരുന്ന സെൻറ്റിന് വില വരുന്ന ഭൂമിയെ കൊടുത്തെന്നാണ് പറയുന്നത്. 7 സെൻറ്റ്. ഈ ഒരു കാരണം കൊണ്ട് ഇനിയും പാവപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഇതുപോലൊക്കെ ആരെങ്കിലും വീട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവരുടെ മനസ്സ് മടിക്കുന്ന കൂട്ടത്തിലാണ് ഈ രേണു അവരുടെ അച്ഛനും കൂടെ കാണിച്ചു കൂട്ടുന്നത്. ഇപ്പോൾ അവർക്ക് ആ വീട് വേണ്ട, അത് പൂട്ടിയിട്ടിട്ട് വാടകയ്ക്ക് പോയി താമസിക്കുകയെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് അവർക്ക് വീട് വേണ്ടെങ്കിൽ അത് പൊളിച്ച് ചുമ്മാ അവരുടെ അച്ഛൻ ഇരുന്ന് പൊളിച്ച് കളയാതെ ആ ബിഷപ്പ് ആ വസ്തു ഫിറോസ് എന്ന് പറയുന്ന അദ്ദേഹം ആ വീടും അർഹതപ്പെട്ട ആരെങ്കിലും കണ്ടു കിട്ടിയിട്ട് അവരുടെ പേർക്ക് അത് എഴുതി കൊടുക്കണം. അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട. എൻ്റെ അഭിപ്രായത്തിൽ അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്യണം. ഇങ്ങനെ സോഷ്യൽ മീഡിയ കൂടി തെറ്റായ പ്രചരണം നടത്തുന്നവർക്ക് കൊടുക്കേണ്ടുന്ന ഒരു മരുന്നാണത്. അത് ചെയ്യേ ആദ്യം. പിന്നെ കുറേ പേര് ഇത് വെച്ച് മുതലെടുത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ഇട്ടിട്ടേ ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. പക്ഷേ ഞാനിത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് റിവ്യൂ, കാരണം ഞാൻ സുധി മരിക്കുമ്പോഴും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കാമെങ്കിൽ ഞാൻ ഇവരെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു പാവപ്പെട്ട ആ സഹോദരൻ്റെ പേരും പറഞ്ഞ് എല്ലാവരും കൂടെ കൊടുത്തത് ഇന്നതൊരു എല്ലാവരുടെ ലൈഫ് അല്ലെങ്കിൽ എല്ലാവരും ഓരോരുത്തരും ചെയ്യുന്ന ആ തൊഴിലിനെ ബാധിച്ചു എന്ന് പറയുമ്പോൾ എനിക്കതിനോടൊരു വിഷമം തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ ഇതിന് ലൈക്ക് തരണം, കമൻ്റ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ ആമത്തി കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. പോയിട്ട് എനിക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ ഞാൻ പ്രതികരിക്കും, ഇതുപോലെ വീഡിയോ ഇടും. അപ്പോൾ പോയിട്ട് വരാം.